ഹലോ, ഇന്ന് ഒരു ചിക്കൻ പൊരിക്കുന്നതിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ചിക്കൻ്റെ ലെഗ് പീസാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഈ വെളുത്തുള്ളി പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ മസാലപ്പൊടികൾ എടുത്തു വെച്ചിട്ടുണ്ട്. മസാലപ്പൊടികളിൽ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇവയൊക്കെയാണ്. അപ്പോൾ ഇത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് മുറി നാരങ്ങയാണ്. കുറച്ച് നാരങ്ങയുടെ നീരൊഴിച്ച് നല്ലപോലെ അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിനെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ഫ്രിഡ്ജിൽ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം ചിക്കൻ പൊരിച്ചെടുക്കാവുന്നതാണ്. അരമണിക്കൂർ ആയിട്ടുണ്ട്. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ എടുത്ത് വെച്ചു. ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇത് ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം. ചൂടായി വന്നു. അപ്പോൾ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഓരോരോ പീസസ് ആയിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ എല്ലാ ചിക്കനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ കിടന്ന് ഇത് റെഡിയായി വരട്ടെ. ഒരു വശം വേകുമ്പോഴത്തേന് നമുക്ക് അടുത്ത വശം മറിച്ചിട്ട് കൊടുക്കാം. അടുത്ത വശവും ഞാനിവിടെ മറിച്ചിട്ട് കഴിഞ്ഞു. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇത് വേകട്ടെ. ഇതിവിടെ തയ്യാറായി കഴിഞ്ഞു. നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റാം. തീ ഓഫ് ചെയ്യാം. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമുക്കിതിനൊന്ന് 2 സവാളയൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.